കാടിളക്കി സന്ദീപ് വാര്യർ BJP-യിലേക്ക് ചേക്കേറിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നും വമ്പൻ തിരിച്ചടിയാണ് നേരിടുന്നത്. ഒറ്റ ദിവസം കൊണ്ട് സന്ദീപ് വാര്യരുടെ പേജിൽ നിന്നും ഇറങ്ങിപ്പോയത് 10,000-ങ്ങളാണ്. അതിനർത്ഥം അദ്ദേഹത്തെ പൊതുജനങ്ങൾ കൈവിട്ട് തുടങ്ങി എന്നതാണ്. ഇന്നലെ ഉച്ചവരെ 3,16,000 ഫോളോവേഴ്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ വെറും 3,00,000 ഫോളോവേഴ്സിലേക്ക് അത് ചുരുങ്ങുകയാണ് എന്നതാണ് വാസ്തവം. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രെൻഡ് അണികളുടെ കാര്യത്തിലും പ്രതിഫലിക്കുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. എന്നാൽ സന്ദീപിന്റെ സ്വാധീനം ഇപ്പോൾ കാണുന്നതിനും മേലെയാകുമെന്നും പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് വ്യക്തമാകുമെന്നുമാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള UDF നേതാക്കളോടൊപ്പമുള്ള ഒരു സെൽഫി ചിത്രം സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനും കമന്റുകളും ലൈക്കുകളും അതിന്റെ ഒരു പൂരം തന്നെയാണ്. അനുകൂലിച്ചും എതിർത്തും ആയിരക്കണക്കിന് പേരാണ് കമന്റ് ചെയ്യുന്നത്. താങ്കളോട് ഒരിക്കൽ ബഹുമാനം ഉണ്ടായിരുന്നുവെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് പുച്ഛം തോന്നുന്നു, കഷ്ടം. അപ്പോൾ കാണുന്നവനെ വിളിക്കുന്ന വെറും ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് സന്ദീപ് എന്ന് വ്യക്തമാക്കിയതിന് നന്ദി എന്നിങ്ങനെ പോകുന്നു എതിരാളികളുടെ കമന്റുകൾ. വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് സ്വാഗതം. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാസിസ്റ്റ് ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി വന്നതിന് സന്ദീപ് വാര്യർക്ക് നന്ദി. സാഹചര്യത്താൽ ഫാസിസ്റ്റുകളെ കെണിയിൽ അകപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഫാസിസ്റ്റ് ആശയങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞു വന്ന സന്ദീപ് വാര്യരുടെ ഈ വരവ് അവർക്കും കൂടി ഒരു പ്രചോദനമാകട്ടെ എന്നാണ് അനുകൂലികളും കോൺഗ്രസ് പ്രവർത്തകരും ആശംസകൾ നേരുന്നത്. അതേസമയം ഇതിന്റെ എല്ലാം പിന്നിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കുടില തന്ത്രങ്ങളാണ്. അതായത് ഈ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹമാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു സന്ദീപിന്റെ BJP പാളയത്തിൽ നിന്നും കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ നടന്നത്. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം നോക്കി തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതും. BJPക്ക് ഒരു പണി കൊടുക്കാം എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ BJP കേന്ദ്രങ്ങളിൽ അത് ഏശിയില്ല എന്നതാണ് യാഥാർത്ഥ്യവും. തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ RSS BJP നേതൃത്വം സന്ദീപിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. CPM-നും BJPക്കും സംശയം തോന്നാത്ത രാഷ്ട്രീയ കൈയടക്കത്തോടെ ശരവേഗത്തിലാണ് കോൺഗ്രസ് തീരുമാനമെടുത്തത്. സന്ദീപിനോട് സംസാരിക്കാൻ നേതാക്കളെ ചുമതലപ്പെടുത്തിയത് മുതൽ എല്ലാം പ്രതിപക്ഷ നേതാവ് അതീവ ജാഗ്രതയോടെ നിയന്ത്രിച്ചു. പാലക്കാട്ടെ മുതിർന്ന നേതാവ് P. ഹരിഗോവിന്ദനെയാണ് ആദ്യം നിയോഗിച്ചത്. പാലക്കാട്ടെ മറ്റു നേതാക്കളെ മാറ്റി നിർത്തിയിരുന്നു. DCC അധ്യക്ഷനെ പോലും അന്തിമഘട്ടത്തിൽ അറിയിച്ചാൽ മതിയെന്നായിരുന്നു നിർദ്ദേശം വന്നതും. പിന്നീട് ബെന്നി ബെഹനാൻ അടക്കം ചർച്ചയിൽ പങ്കാളികളായി. രണ്ടാം ഘട്ടത്തിലാണ് AICC ഇടപെടുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി PV മോഹനൻ സംസ്ഥാനത്തിന് പുറത്ത് സന്ദീപുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നീട് AICC നേതൃത്വത്തിന്റെ സമ്മതത്തിനായി നീങ്ങുകയും ചെയ്തിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും മറ്റൊരു നേതാവും സന്ദീപുമായി നേരിട്ട് തന്നെ സംസാരിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സന്ദീപിന്റെ വരവ് ഏതാണ്ട് ഉറപ്പായതോടെ KPCC അധ്യക്ഷൻ K. സുധാകരനെയും സതീശൻ വിവരങ്ങൾ ധരിപ്പിച്ചു. തുടർന്നാണ് അന്തിമ ചർച്ചയിലേക്ക് നീങ്ങിയതും. ഇതിനിടെ CPM-ൽ നിന്ന് ഒരു മന്ത്രി അടക്കം മുതിർന്ന നേതാക്കൾ ആശയവിനിമയത്തിന് ശ്രമിച്ചെങ്കിലും സന്ദീപ് അതിന് ചെവി കൊടുത്തില്ല. പിന്നീട് ഇന്നലെ നാടകീയത ഒട്ടും ചോരാതെയാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തിയത്. എന്തായാലും കോൺഗ്രസിൽ കാലെടുത്ത് വെച്ചില്ല. അവസരവാദികളായ നേതാക്കൾ വലിയ മോഹന വാഗ്ദാനങ്ങളാണ് സന്ദീപിന് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒറ്റപ്പാലം നിയമസഭാ സീറ്റും വാഗ്ദാനം ചെയ്തിരിക്കുന്നതായി എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പാർട്ടിയിലെത്തിയ ശേഷമുള്ള പരിഗണനയിൽ AICC നേതൃത്വം ഉറപ്പ് നൽകിയെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടി പുനർസംഘടനയിൽ സന്ദീപിന് അർഹമായ സ്ഥാനം നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിനെല്ലാം മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് CPM പോരും രൂക്ഷമാവുകയാണ്. പ്രതികാരത്തിന്റെ കഥയുമാണ് ഇവിടെ വെളിവാകുന്നത്. പാലക്കാട്ടെ കോൺഗ്രസിൽ നിന്ന് CPM ചില നേതാക്കളെ അടർത്തിയെടുത്ത് രാഷ്ട്രീയമായി തിരിച്ചടിച്ചിരുന്നു. കോൺഗ്രസ് BJP പാർട്ടികളിൽ നിന്ന് CPM-ലേക്ക് മാത്രമാണ് നേതാക്കൾ എത്തുന്നതെന്നും അതിന് കാരണം മതേതരത്വത്തിന്റെ കാവൽക്കാർ തങ്ങളാണെന്നുമായിരുന്നു CPM-ന്റെ വാദം. എന്നാൽ ഇപ്പോൾ BJP-യുടെ പ്രമുഖ നേതാവിനെ തന്നെ അടർത്തിയെടുത്താണ് കോൺഗ്രസ് അതിന് മറുപടി നൽകിയിരിക്കുന്നതെന്നാണ് അവരുടെ അവകാശവാദം. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് CPM-നും BJP-ക്കും പ്രഹരമാവുകയും ചെയ്തു എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. അതേപോലെ കോൺഗ്രസിൽ നിന്ന് പത്മജ വേണുഗോപാലിനെ അടർത്തിയെടുത്ത് BJP-ക്ക് മറുപടി നൽകുകയും ചെയ്തുവെന്നും ആശ്വസിക്കാം. അല്ലാതെ കോൺഗ്രസിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാനാവില്ല. പിന്നെ മറ്റൊരു വസ്തുത, BJP RSS ദേശീയ നേതാക്കളുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന സന്ദീപ് വാര്യരെ പാളയത്തിൽ എത്തിച്ചത് ദേശീയ തലത്തിലും കോൺഗ്രസിന് നേട്ടമായി തന്നെ ഉയർത്തിക്കാട്ടും എന്നതിലും സംശയമില്ല.
അതേപോലെ CPM-നെ കോൺഗ്രസ് പ്രവേശനം ദേശീയ തലത്തിലും ചർച്ചയായേക്കും എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു. സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയ വാർത്ത കണ്ടു. അത് കണ്ടപ്പോൾ പണ്ടത്തെ ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സന്ദീപ് വാര്യർ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ പോയ വാർത്ത കണ്ടു. അത് കണ്ടപ്പോൾ പണ്ടത്തെ ഒറ്റപ്പാലത്തെ തിരഞ്ഞെടുപ്പാണ് ഓർമ്മ വന്നത്. ബാബറി മസ്ജിദ് തകർത്ത ശേഷമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തിരഞ്ഞെടുപ്പിൽ ബാബറി മസ്ജിദ് വിഷയം ഉയർന്നു വന്നിരുന്നു. ബാബറി മസ്ജിദ് തകർത്ത RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആയിരുന്നു. ആ സംഘത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റുമായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധമുണ്ടായി. അന്ന് ശക്തമായ ഒരു വികാരം ഉണർന്നു വന്നു. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനെയും കോൺഗ്രസ് സർക്കാരിനുമെതിരെയും വികാരം ഉയർന്നു വന്നിരുന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ കോൺഗ്രസിനൊപ്പം മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു. ഇവിടെ അത് വലിയ അമർഷം സൃഷ്ടിച്ചു. ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിക്കണമെന്ന് ആവശ്യം ലീഗ് അണികൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. പക്ഷേ മന്ത്രിസ്ഥാനം അവർ വളരെ പ്രധാനമായി കണ്ടു. അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്ന കോൺഗ്രസിന്റെ കൂടെ അന്ന് മുസ്ലിം ലീഗ് തുടർന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികൾക്കിടയിൽ ഉണ്ടായി. അപ്പോഴാണ് ഒറ്റപ്പാലം തിരഞ്ഞെടുപ്പ് വരുന്നത്. അന്നത്തെ പാലക്കാട് തങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോഴത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ അല്ല എന്നും അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ എത്തിയെന്നും പക്ഷേ തങ്ങളെ കാണാൻ ആരും വന്നില്ല എന്നും ലീഗ് അണികൾ ബാബറി മസ്ജിദ് വിഷയത്തിൽ പ്രതിഷേധിച്ചുവെന്നും ആ പ്രതിഷേധം അന്ന് എന്തിന്റെ ഭാഗമായിരുന്നുവെന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു. ലീഗിന് ശരിയായ നിലപാട് എടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നുവെന്നും കോൺഗ്രസിനോട് കൂടെ നിന്ന് അതിന്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാട് ലീഗ് എതിർക്കാത്തത് കൊണ്ടാണ് ആ പ്രതിഷേധം നടന്നതെന്നും ഇപ്പോൾ ഒരാൾ വന്നപ്പോൾ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നും ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചതെന്ന് അറിയാമല്ലോ എന്നും അതിന്റെ അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി 2 വർത്തമാനം പറഞ്ഞാൽ തണുപ്പിക്കാൻ കഴിയുമോ എന്നും അതിനുവേണ്ടിയാണ് ഇതെന്ന് കണ്ടാൽ മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ അംഗത്വം എടുത്തതിന് ശേഷം ഫേസ്ബുക്ക് ബയോ തിരുത്തുകയാണ് ചെയ്തത്. സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവർത്തകൻ എന്നാണ് പുതുതായി ചേർത്തിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി 3 ദിവസം മാത്രം ശേഷിക്കെയാണ് BJP വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതെന്നും മറ്റൊരു വസ്തുത. പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. കഴിഞ്ഞ കുറെ നാളുകളായി BJP നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദീപ് വാര്യർ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്നുണ്ടായ അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാര്യർക്ക് BJP വിടുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായതും. തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും BJP സംസ്ഥാന പ്രസിഡന്റായ K സുരേന്ദ്രൻ തയ്യാറായില്ല എന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരുന്നു. താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല എന്നും അമ്മ മരിച്ചപ്പോൾ C കൃഷ്ണകുമാർ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ഫോണിൽ പോലും വിളിച്ചിരുന്നില്ല എന്നും സന്ദീപ് വാര്യർ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സന്ദീപ് വാര്യർ വൈകാതെ തന്നെ BJP വിടുമെന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.